ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ സഫ്വാൻ. ഇന്ന് വീണ്ടും ട്രാൻസ്പ്ലാന്റേഷൻ്റെ റിസൾട്ടായിട്ട് വന്നിട്ടുള്ളത്. ഇപ്പോൾ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞിട്ട് ഏകദേശം 9 മാസമായിട്ടോ. ഞാൻ 9 മാസങ്ങൾക്ക് മുമ്പ് ഒരു 4-ാം തീയതിയാണ് ഞാൻ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലിനിക്കിൽ ചെന്നത്. ഞാൻ കോയമ്പത്തൂർ HNS എന്ന ക്ലിനിക്കിൽ നിന്നാണ് ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തത്. അപ്പോൾ അതിൻ്റെ റിസൾട്ടാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനലിൻ്റെ അപ്ഡേറ്റ്സ് ഒക്കെ ലഭിക്കുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. കൂടാതെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അതേ സമയം കാണുന്നുണ്ട് തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ട്രാൻസ്പ്ലാന്റേഷൻ റിസൾട്ട് പറഞ്ഞല്ലോ, ഇപ്പോൾ 9 മാസം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തിട്ട് ഇപ്പോൾ അത്യാവശ്യം നല്ല നീളത്തിലെ മുടി വെക്കുന്നു കേട്ടോ. ഇപ്പോൾ റമദാൻ മാസമാണ്. അപ്പോൾ പെരുന്നാൾക്ക് അടുപ്പിച്ച് മുടി വെട്ടാന്ന് കരുതിയിട്ട് മുടി വെട്ടിയിട്ട് ഇപ്പോൾ 2 മാസത്തിനടുത്തായിട്ടുണ്ട്. കാരണം ഞാൻ കഴിഞ്ഞ വീഡിയോ മുടി വെട്ടുന്നൊരു വീഡിയോ ചെയ്തിരുന്നു. നല്ല ട്രിം ചെയ്തിട്ട് ബാക്ക് വാക്ക് നന്നായിട്ട് ട്രിം ചെയ്തിട്ട് അതിലെ ബാക്കിലെ ഡോട്ടുകളൊക്കെ കാണുന്നുണ്ടെന്ന് അറിയിക്കുന്ന രീതിയിലൊരു വീഡിയോ ചെയ്തിരുന്നു. അതിന് ശേഷം പിന്നെ ഞാൻ മുടി വെട്ടിയിട്ടില്ല. അപ്പോൾ നല്ല നീളമുണ്ട് കേട്ടോ. കൂടുതൽ മുടി എടുത്ത് നോക്കിയാൽ ഈ അത്യാവശ്യം നല്ല നീളത്തിൽ വളർന്നു കണ്ടോ, അത്രയും വലിപ്പമുണ്ട് മുടി. അപ്പോൾ ആ രീതിയിലുള്ളത്. അപ്പോൾ പ്രശ്നം എന്താ വെച്ചാൽ പണ്ട് പറഞ്ഞ തന്നെയാണ്, എനിക്കിപ്പോഴും മുടി ചൂരുണ്ടിട്ടുള്ളത്. ഇപ്പോഴത്തെ കണ്ടീഷൻ നോക്കണ്ട. അപ്പോൾ മുടിയൊക്കെ കുളിച്ചൊക്കെ വന്നിട്ടുള്ള വാർന്ന് വെച്ച സെറ്റപ്പിലാണുള്ളത്. അതുകൊണ്ടാണ് നല്ല നീർന്ന് നല്ല സെറ്റായിട്ട് നിൽക്കുന്നത്. ഞാൻ എണീറ്റപ്പോൾ ഉള്ളൊരു ലുക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത് വെച്ചിരുന്നു. അത് ഞാൻ കാണിച്ചു തരാം. എണീറ്റ് വരുമ്പോൾ ഇങ്ങനെ ഈ കണ്ടീഷനിലാണ് മുടി ഉണ്ടാവുക. എപ്പോഴാണ് നല്ല ചുരുണ്ടിട്ട് ഫുള്ള് ചുരുണ്ട് നല്ല ഇതിലായിരിക്കും. അത് സംഭവം രസം, നല്ല ഉള്ളുള്ള പോലെയൊക്കെ ഫീൽ ചെയ്യിക്കുന്നുണ്ട്. പക്ഷെ എൻ്റെ ഒറിജിനൽ മുടി എന്ന് പറഞ്ഞാൽ ഈ രീതിയിലായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. നല്ല നീർന്ന് നല്ല സെറ്റായിട്ടുണ്ടായിരുന്നത്. പക്ഷേ രാവിലെ എണീക്കുമ്പോൾ ഈ ചുരുണ്ട് പോലെ ഉള്ളത്. പിന്നെ നമ്മൾ കുളിച്ച് ചീവി കഴിഞ്ഞാൽ ഇത് അതേപോലെ നിൽക്കും. എന്നാൽ ശരിക്കും അതുപോലെ ആവാമെന്നറിയില്ല. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞൊരു ഇൻ്റർവ്യൂവിൽ ഒരാളെ കണ്ടപ്പോൾ ഇതേപോലെ നല്ല നീർന്ന് നിൽക്കുന്നുണ്ട്. ശരിയാവുമെന്നാണ് ഡോക്ടേഴ്സും പറഞ്ഞത്. കുറച്ച് കട്ട് ചെയ്ത് വരുമ്പോൾ റെഡി ആയിട്ട് നീർന്ന് വരും, സാധാ മുടീൻ്റെ ലെവലാവുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ റിസൾട്ട് നോക്കുകയാണെങ്കിൽ ആ ഫ്രണ്ട് ഹെയർ ലൈനാണ്. ഫ്രണ്ട് ഹെയർ ലൈനൊക്കെ അത്യാവശ്യം നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിൽ കൂടുതൽ റിസൾട്ട് ഉണ്ടാവുമെന്ന് അറിയില്ല. 1 വർഷമാണ് ഇവർ റിസൾട്ടിൻ്റെ ടൈം പറഞ്ഞത് കേട്ടോ. ഏകദേശം അടുത്തടുത്ത് വരികയാണ്. 8 മാസം അല്ല 6 മാസം മുതലൊക്കെ 1 വർഷം വരെയാണ് റിസൾട്ട് കറക്റ്റ് കാണാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ ഏകദേശം റിസൾട്ടിൻ്റെ പകുതി ആയി എന്ന് പറയാം. അപ്പോൾ ഇതാണ് എൻ്റെ ഫ്രണ്ട് ഹെയർ ലൈൻ കണ്ടില്ല നിങ്ങൾ, നല്ലതായിട്ട് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല തിക്കായിട്ട് തന്നെ എയർലൈൻ വരുന്നുണ്ട്. അത് കുറച്ച് പ്രശ്നമാണ്. ശരിക്കും ഒരു ബേബി ഹെയർ പോലെ വന്നിരുന്നെങ്കിൽ അടിപൊളിയായി. കാരണം നമ്മുടെ നാച്ചുറൽ ഹെയർ അങ്ങനെ ഉണ്ടാവും, ഒരു ബേബി ഹെയർ മാതിരിയാണല്ലോ. ഇതിങ്ങനെ അറിയുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നത് ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്താന്നുള്ളത്. ഫ്രണ്ട് ഹെയർലൈൻ കണ്ടാൽ കേട്ടോ. ഇപ്പോൾ ഞാൻ ഈ ചീകി വെച്ച പോലെ വെച്ച് കഴിഞ്ഞാൽ എന്നെ മനസ്സിലാവുന്നില്ല ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്താന്നുള്ളതൊന്നും ആർക്കും മനസ്സിലാവണമെന്നില്ല. പിന്നെ പിൻഭാഗത്ത് എടുത്ത് തരും നോക്കുകയാണെങ്കിൽ കണ്ടാൽ അറിയൊന്നുമില്ല കേട്ടോ. പറ്റ കുറ്റിയാക്കിയാലൊക്കെ ചിലപ്പോൾ അറിയായിരിക്കും. ഇനിയിപ്പോൾ ഞാൻ കുറ്റിയാക്കണേ ഇപ്പോൾ കരുതിയിട്ടില്ല. അപ്പോൾ കുറ്റിയാക്കി കഴിഞ്ഞാൽ ഇപ്പോൾ നന്നായിട്ട് ആ ചെറിയ ഡോട്ട് ഇങ്ങനെ മനസ്സിലാവും. അല്ലാത്ത രീതിയിൽ മനസ്സിലാവണമെന്നില്ല നമ്മൾ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തിരിക്കണമെന്നുള്ളതിന് ഒരു തെളിവില്ല. പിന്നെ താടിയുടെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ അവിടെ ചെറിയ ഡോട്ടുകളുണ്ട്. പക്ഷേ ശ്രദ്ധിക്കണം, എടുത്ത് വന്ന് സൂക്ഷിച്ച് നോക്കുക. അപ്പോൾ നമ്മളെ ചിലർ കാണാനൊക്കെ വരില്ല ഇതേപോലെ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തിട്ട് എന്താ അവസ്ഥ അറിയില്ല. അപ്പോൾ അവരൊക്കെ എടുത്തൊന്ന് സൂക്ഷിച്ച് നോക്കുമ്പോൾ മാത്രമാണ് മനസ്സിലാവണം ഇവിടെ ഇങ്ങനെ ചെറിയ ഡോട്ടുള്ളതായിട്ട്. ബാക്കൊന്നും അങ്ങനെ പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല. അപ്പോൾ ഇത്രയാണ് റിസൾട്ട് ഫ്രണ്ട് എയർലൈന്. ഇതിനുള്ളിൽ വേറെ രസമുണ്ടായി. ഒരു ഗ്രാഫ്റ്റ് ഞാൻ എടുത്ത് കളഞ്ഞു കേട്ടോ. സംഭവം ഞാൻ ചെയ്ത് തെറ്റാണോ അല്ലേന്ന് അറിയില്ല. എന്താ വെച്ചാൽ ഒരു ദിവസം നേരം വീട്ടിലിങ്ങനെ ഇരിക്കുന്ന സമയത്ത് സിസ്റ്റേഴ്സ് നോക്കുമ്പോഴാണ് ഇവിടെ ചെറിയൊരു ഇത് എന്താ പറയുക പഴുപ്പുള്ള പോലെ ഒരു ഫീൽ. ഞാൻ ഫോട്ടോ കാണിച്ചു തരാം. ഈ ഒരു മാതിരി ഇങ്ങനെ ചുവന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ ഗ്രാഫ്റ്റ് തന്നെ സാധാരണ ഗ്രാഫ്റ്റുമാർ ഇങ്ങനെ പൊങ്ങിയല്ല, അവിടെ ചെറിയ ഹോളായിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ മുടി എന്താണ് തിരിച്ച് നമ്മളെ തൊലിയിലേക്ക് തന്നെ കയറി പോയ രീതിയിലാണ് കണ്ടത്. പോലെ ഇങ്ങനെ കിടക്കുന്ന മുടി. അപ്പോൾ അതിനുള്ളിൽ കൂടെ പിന്നീട് ഇങ്ങനെ പൊക്കിയപ്പോൾ മുടി പോകുന്നു. എന്നാലും ആ ഒരു ഗ്രാഫ്റ്റിന് ഇതില്ല, ഡെഡായ പോലത്തെ ഒരു ഫീല്. അപ്പോൾ അതെല്ലാം തോണ്ടി എടുത്തപ്പോൾ ഗ്രാഫ്റ്റ് കൈക്ക് പോന്നു, ആ മുടിയും പോയി. പക്ഷെ അവിടെ ഒരു ചെറിയ സൂം ചെയ്ത് നോക്കുന്നതുകൊണ്ട് നല്ല വലുതായിട്ട് തോന്നുന്നുണ്ട്. ചെറിയൊരു ഹോളാണ്. ഇപ്പോൾ നോക്കിയിട്ട് കാണണമെന്നില്ല, അപ്പോൾ അതൊക്കെ അടഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ട് മാക്രോ മോഡിൽ വീഡിയോ എടുത്തോണ്ട് അത്ര വലുതായിട്ട് തോന്നുന്നത്. ചെറിയൊരു സംഭവമാണ് ഗ്രാഫ്റ്റ്. പക്ഷെ അത്യാവശ്യം നല്ല താഴെ ഉണ്ട്. നമ്മൾ ഗ്രാഫ്റ്റ് കുഴിച്ച് വെക്കാല്ലേ ആ ഒരു രീതിയിൽ തന്നെ ഉണ്ടായിന്. അത് നല്ല പിന്നെടുത്തിട്ട് തോണ്ടി എടുത്തപ്പോൾ ഗ്രാഫ്റ്റ് അടക്കമാണ് പോകുന്നത്. ആ മുടി എന്താണെന്ന് അറിയാത്തതുകൊണ്ട്. പക്ഷെ അവിടെ പിന്നെ സാധാ തൊലി പോലെ അങ്ങനെ ചെറിയൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ സൂം ഔട്ട് ചെയ്യുമ്പോൾ മനസ്സിലാവും അത്രയും ചെറിയ ഒരു ഹോളേന് അവിടെ. അതിങ്ങനെ വെറുതെ നോക്കിയപ്പോൾ കണ്ടതാണ്. കണ്ടപ്പോൾ പിന്നെ ഒരു ഗതികേട് അറിയില്ലേ. അങ്ങനെ ആ ഒരു ഗ്രാഫ്റ്റ് പോയി. വേറെ പിന്നെ നമ്മൾ കുറേ തപ്പി നോക്കിട്ടോ, വേറെ പ്രശ്നങ്ങളുള്ള ഗ്രാഫ്റ്റൊന്നും പിന്നെ ഓടിയും കണ്ടോന്നില്ല. ബാക്കിയൊക്കെ നല്ല വൃത്തിക്കാൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിപ്പോൾ ഒരു ഏകദേശം 1 ആഴ്ച മുമ്പാണ് സംഭവം ഉണ്ടായത്. വീഡിയോ അതിനായിട്ട് സെപ്പറേറ്റ് ഉണ്ടായിട്ട് ഇടുന്ന വീഡിയോയിൽ കൂട്ടാന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ വെച്ചത്. അപ്പോൾ ആ ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു എനിക്ക്. ഒരു ഗ്രാഫ്റ്റ് ഇപ്പോൾ അങ്ങനെ പോയിട്ടോ. അപ്പോൾ 4000 ഗ്രാഫ്റ്റാണ് വെച്ചത്. അതിലിപ്പോൾ ഒരു ഗ്രാഫ്റ്റ് ഒരു 3999 ഗ്രാഫ്റ്റാണ് ഇപ്പോൾ തലയിലുള്ളത് കേട്ടോ. അത് ഫുള്ള് ഇപ്പോഴും വന്നിട്ടുണ്ടാവില്ല. 1 ഇയറിൻ്റെ ഉള്ളിലാണ് ഫുള്ള് ഗ്രാഫ്റ്റും വളർന്ന് സെറ്റാവുക എന്ന് പറഞ്ഞു. ഇപ്പോഴും ചെറിയ കുറ്റി പോലെ നമ്മൾ വെട്ടിയ മുടിയിലാറെ നീളം കുറവ് കണ്ടാൽ നമുക്കറിയാലോ അത് പുതിയതാണെന്നുള്ളത്.
അപ്പോൾ അങ്ങനെ ചെറിയ ചെറിയ മുടികൾ ഇപ്പോഴും ഉണ്ട് കേട്ടോ അവിടെയുമായിട്ട് ചെറുതിങ്ങനെ വരുന്നത്. പക്ഷേ പണ്ടത്തെ പോലെ കാണില്ല. പണ്ട് പെട്ടെന്ന് കണ്ടീനി ചെറിയ മുടികളൊക്കെ. അപ്പോൾ നല്ല തിക്കായതുകൊണ്ട് തന്നെ കാണുന്നില്ല. എന്നാലും കുറച്ചുകൂടി തിക്കായി വരുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട് മുടികളൊക്കെ ചെറുതായിട്ട്. 1 വർഷം ആകുമ്പോഴത്തേന് നല്ല റിസൾട്ട് എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ നോമ്പായപ്പോൾ ഈ ബാക്കിൽ ഇങ്ങനെ ചെറിയ കുരുവരുണ്ട് കേട്ടോ. ഇനി വെള്ളം കൂടി കമ്മിയായതുകൊണ്ടൊന്നും അറിയില്ല, ചെറുതായിട്ട് കുരുക്കൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ചിലപ്പോൾ ഇങ്ങനെ തട്ടുമ്പോൾ കാണുന്നുണ്ട് ആ ചോരക്കൂര തന്നെയാണ് അത് സംഭവം. അപ്പോൾ ആ ഒരു പ്രശ്നം കൂടി എനിക്കുണ്ട്. വേറെ ഇതുകൊണ്ട് ഒരു പ്രശ്നമില്ല കേട്ടോ. മുടി വെച്ചുകൊണ്ടുള്ള ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ഒന്നുമില്ല. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾക്കും മുടി പോയി ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യേണ്ട സ്റ്റേജിൽ എത്തി നിൽക്കുന്ന ആളാണെന്നെങ്കിൽ ട്രാൻസ്പ്ലാന്റേഷൻ എന്തായാലും ചെയ്യുക. കാരണം നല്ല റിസൾട്ട് ഉണ്ട്. വേറെ അതുകൊണ്ട് 9 മാസത്തെ എൻ്റെ ഒരു അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ വേറെ ഒരു പ്രശ്നം അതുകൊണ്ട് ഉണ്ടായിട്ടില്ല. ആ തുടക്ക സമയത്ത് ഒരു 10-20 വയസ്സൊരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പുതിയൊരു സാധനം തലയിലേക്ക് വെക്കും. പിന്നെ ചെറിയൊരു എന്താ പറയുക മൈനർ ഓപ്പറേഷൻ പോലെ, എന്താ വെച്ചാൽ തൊലിയിൽ സർജറി ചെയ്യാണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട്, നീരിറങ്ങുന്ന പ്രശ്നങ്ങൾ, ആ ഒരു 20 ദിവസത്തൊക്കെ എനിക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നോർമൽ ലൈഫാണ്, യാതൊരു പ്രശ്നമില്ല, വല്ലാതെ ഒന്നുമില്ല. ഒരു 2 മാസത്തോളം നമ്മളൊന്ന് മുടിയിലേക്ക് നന്നായിട്ട് വെയിലിട്ടുന്ന പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കുക. അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും തന്നെ നല്ല രീതിയിൽ വരാം. ഇനിയിപ്പോൾ ഈ മാസം എന്തായാലും ഒന്ന് GFC ചെയ്യാൻ പോകണം വിചാരിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ചെയ്തിട്ട് കുറച്ചായി. അപ്പോൾ GFC ചെയ്താൽ കുറച്ചുകൂടി ബെറ്റർ ആണല്ലോ. അപ്പോൾ ഈ ക്രൗൺ ഏരിയയിലൊക്കെ മുടി വളരെ കുറവാണ്. അപ്പോൾ അതിഞ്ഞി പോയി കണ്ട് വീണ്ടും ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാനുള്ള സ്റ്റേജിലേക്ക് എത്തണ്ടെന്നുണ്ടെങ്കിൽ GFC ചെയ്ത് പിടിച്ചിട്ട് ഇതായിരിക്കും നല്ല തോന്നുന്നത്. അപ്പോൾ ഒരു GFC കൂടി ഇപ്പോൾ അടുത്ത് പോകണമെന്ന് കരുതുന്നുണ്ട്. പെരുന്നാൾ കഴിഞ്ഞിട്ടൊക്കെ പോവാം, അല്ലെങ്കിൽ നോമ്പ് മുറിയല്ലോ, സൂചിയൊക്കെ പറ്റില്ലല്ലോ. അതുകൊണ്ട് പെരുന്നാൾ കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഏതായാലും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.